എല്ലാ പ്രദേശത്തുകാർക്കും ആ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും സയ്യിദ് അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതും ക്ഷണിക്കുന്നതും. അൽഹംദുലില്ലാഹ് തങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് ഈ മഹല്ലത്തുകാരെയാണ് എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടത്തെ ചെറിയൊരു മീറ്റിംഗ് ആണെങ്കിലും ചെറിയൊരു നേർച്ചയാണെങ്കിലും വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം നമ്മോട് ചേർന്നുകൊണ്ട് മഹാനായ സയ്യിദ് അവர்களுണ്ട്. അള്ളാഹു അടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഇവിടത്തെ PTA ഭാരവാഹികൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും ഭാരവാഹികൾ, പ്രവർത്തകർ, ഈ മഹത്തായ അതിമനോഹരമായ രീതിയിലുള്ള ഈ പന്തലും സ്റ്റേജും ഡെക്കറേഷനും സൗകര്യവും സംവിധാനവും ഒരുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് ഇവിടുത്തെ യുവാക്കളാണ്, യൂത്ത് കൗൺസിൽ അംഗങ്ങളാണ്, അതിന്റെ ഭാരവാഹികളും എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലെ ഓരോ മണൽത്തരികളെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ സന്തോഷിപ്പിക്കുമാർ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിന്റെ സമാപന വേദിയിലാണ് നാം ഉള്ളത്. ബ്രിഡ്ജ് ഓഫ് മദീന മീലാദ് ഫെസ്റ്റിവിറ്റി 2K24 എന്ന പേരിലാണ് ഇപ്രാവശ്യത്തെ പരിപാടി ഇവിടെ സമാപിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ റാലി റബീഉൽ അവ്വൽ 12 ഇവിടെ പള്ളത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞ് പഞ്ചോട് കഴിഞ്ഞ് ഇവിടെ സമാപിക്കുമ്പോൾ ഇവിടത്തെ മദ്രസയിലെ മക്കൾ അൽഹംദുലില്ലാഹ് സ്കൗട്ടും ഫ്ലവർ ഷോവും അറബനയൊക്കെ പ്രദർശിപ്പിച്ച് ഇന്നത്തെ ഈ പരിപാടിയിൽ നല്ല രീതിയിലുള്ള ഖവാലിയും സൂഫി ഗീതങ്ങളും ഇംഗ്ലീഷിലും കന്നഡയിലും മലയാളത്തിലും അങ്ങനെ പല ഭാഷകളിലും പ്രസംഗങ്ങളും ഗാനങ്ങളും ആലപിച്ചു. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ ഈ പരിപാടിയെ കളറാക്കിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ജമാഅത്തിന്റെ സാരഥികളുണ്ട് എല്ലാവരെയും, അതുപോലെ തന്നെ ഒരുപാട് ആലിമീങ്ങൾ ഉസ്താദുമാർ വേദിയിലുണ്ട്, വിശിഷ്ടാതിഥികളുണ്ട്, എല്ലാവരെയും മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം സദസ്സിലിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, ഉസ്താദുമാരുണ്ട്, എല്ലാവരെയും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പരിപാടി വീക്ഷിക്കുന്ന ഉമ്മമാര്, സഹോദരങ്ങൾ, ശ്രോതാക്കൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സയ്യിദ് അവറുകളുടെ നസീഹത്താണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്, ട്രോഫി വിതരണം ചെയ്യാനുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, പൊതി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നമുക്ക് നസീഹത്ത് തരാൻ വേണ്ടി വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله العظيم. ബഹുന്നരായ നമ്മുടെ നാട്ടിലുള്ള ഖതീബ് ഉസ്താദ് അബ്ദുറഹ്മാൻ സഖാഫി പൂത്തപ്പലം, മറ്റ് ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, യൂത്ത് കൗൺസിൽ അംഗങ്ങൾ, രക്ഷിതാക്കൾ, കുരുന്നുമക്കൾ, നാട്ടുകാരെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം സന്തോഷിക്കൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റൊന്നിനേക്കാളും എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയൊരു വാക്ക് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഹബീബായ നബി തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഉത്തരവോടുകൂടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാറ്റിനേക്കാളും എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല. അൻത ഉമ്മൻ അം അബൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നമ്മൾ മങ്കൂസ് മൗലിദിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ബൈത്താണ്, ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹം, ഒരു പരിചരണം, ഒരു വാത്സല്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല. എന്തിനേക്കാൾ? മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റൊന്നിനേക്കാളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കണം, ഇഷ്ടം വെക്കണം. അങ്ങനെ ഇഷ്ടം വെച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. ഇനി ആ ലൈറ്റ് കത്തണ്ട, ഇപ്പൊ ക്ലിയർ ആയി. മഹബ്ബത്തിന്റെ ഒരുപാട് മേഖലകൾ നാം ചില ആളുകൾ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ സൗന്ദര്യമുണ്ടാവും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് കണ്ടിട്ടാവാം, അല്ലെങ്കിൽ സഹായം കിട്ടാനാവാം. ഇങ്ങനെയൊന്നുമല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കേണ്ടത്. എല്ലാ വിഷയത്തിലും, ഏത് മേഖലയിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ നിറം, അവിടുത്തെ വർണ്ണന, അവിടുത്തെ സ്ഥാനമാനങ്ങൾ, അവിടുത്തെ ഇൽമ്, അവിടുത്തെ വറഅ്, അവിടുത്തെ കറമ്, അവിടുത്തെ അളമ്, അവിടുത്തെ ശറഫ്, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഔസാഫുകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതെല്ലാം മറ്റൊന്നിനേക്കാൾ മേലെയാണ്. ഏത് വിഷയത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വവിധ നാമങ്ങളും പേരുകളും അല്ലാഹു തആല പഠിപ്പിച്ചു. എല്ലാ പേരും, ഈ മൈക്കിനുള്ള പേര്, അത് ആദം നബി അലൈഹി ഇസ്ലാമിന് ആദ്യമേ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. ഈ ഫേൻ, ഏതെല്ലാം കമ്പനി ഫേൻ, എല്ലാ പേരും അല്ലാഹു തആല നേരത്തെ ആദം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു. എന്നിട്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലായിക്കത്തിനോട് പറഞ്ഞതും ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ പോയതും ഓനിക്ക് ലഅനത്ത് ഒക്കെ കിട്ടിയതാൽ വലിയൊരു ഈ ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാറ്റിനെ കുറിച്ചും അല്ലാഹു തആല എല്ലാറ്റിനെ പേരും അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെയല്ല. അവിടുത്തെ 23 വർഷം, 63 നിന്ന് 40 പോയാൽ 23 വർഷം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിച്ചു പോകുന്നത് എല്ലാ വിഷയത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന സർവ്വ വിഷയത്തെക്കുറിച്ചും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരത്തെ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. ഒരു പേര് മാത്രമല്ല, എല്ലാ വിഷയവും
ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇൽമിന്റെ വിഷയത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തു. അവിടുത്തെ ബഹുമാനത്തിന്റെ വിഷയത്തിൽ അല്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച അമ്പിയാക്കൾ, എത്ര അമ്പിയാക്കളല്ലേ? 1,24,000 പരം, അതല്ലെങ്കിൽ 2,24,000 പരം അമ്പിയാക്കൾ ഉണ്ടെന്ന്. അതിൽ തന്നെ 313 മുർസലീങ്ങൾ. ഖുർആനിൽ പറയപ്പെട്ട എത്ര നബിമാരാ മക്കളെ? 28. ഖുർആനിൽ പറയപ്പെട്ട നബിമാർ എത്ര? 25. അതിൽ ഉലുൽ അസ്മുകൾ എത്രയാ? 5. അതാരല്ല? അത് ലാസ്റ്റ് അല്ല, ആദ്യം മുതൽ പറയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം കഴിഞ്ഞാല് പിന്നെ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 5ാമത്തെ നബിയാണ് ആര്? ഉലുൽ അസ്മുൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഉലുൽ അസ്മുകൾ അതിലും ശ്രേഷ്ഠമായവരാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കിയ അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത സ്ഥാനമാണ്. ഒരു മുസ്ലിം ആവണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രമേ ഒരു മുസ്ലിം ആവൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം ആവോ? ആവില്ല. ഇങ്ങനെ എല്ലാവിധ തൗഫീഖ് അല്ലാഹു തആല വലിയ സ്ഥാനമാണെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്നെ മഹബ്ബത്ത് വെക്കുന്നത് വരെ, എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല. എല്ലാ വിഷയത്തിലും മഹബ്ബത്ത് വെക്കണം, ഒരു വിഷയത്തിൽ മാത്രമല്ല. നബിയുടെ സ്വഭാവം നല്ലതായിരുന്നു, അങ്ങനെ മാത്രം പറഞ്ഞു, ഒന്നിൽ മാത്രം ഒതുക്കിയാൽ പോരാ. എല്ലാ വിഷയത്തിലും മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മീലാദ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച മാസമാണ് മീലാദ് മാസം, റബീഉൽ അവ്വൽ മാസം. ഈ റബീഉൽ അവ്വൽ മാസത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഈമാൻ വർദ്ധിക്കൂ. വെറുതെ അങ്ങനെ ഈമാൻ വർദ്ധിക്കോ? നമ്മുടെ മീലാദ് പരിപാടി ഒന്നും വേണ്ട, ചപ്പട വിദ്യ ആക്കിയാ മതി, ഒന്ന് പന്തലൊന്നും ഇടണ്ട, ചമയ്ക്കണ്ട, അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ഓന്റെ ഈമാൻ പൊളിഞ്ഞു. അതിന് വേറെ ആരും സമീപിക്കൊന്നും വേണ്ട. ഈമാൻ പൊളിയ പണിയൊന്നുമില്ല, പിക്കാസെടുത്ത് കൊത്തിയിടൊന്നും വേണ്ട. ഈമാൻ എന്നുള്ളത് ഭയങ്കര കട്ടിയുള്ള സാധനമൊന്നല്ല. ഈമാൻ കട്ടിയുള്ളതാ, ഈമാൻ കട്ടിയുള്ളതാ. ഈമാൻ പൊളിയാൻ ചെറിയൊരു കാരണമുണ്ട്. അല്ലാഹു തആല കാക്കട്ടെ. ഒന്നും വേണ്ട, മിലാദ് പരിപാടി വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഈമാൻ പോയി. അതിന് എതിർക്കലോടുകൂടി ഈമാൻ പോയി. അതിന് പൈസ കൊടുക്കണ്ട, അതിന് സഹകരിക്കണ്ട എന്ന് പറയൽ കൊണ്ട് തന്നെ അവന്റെ ഈമാൻ പൊളിയും. അല്ലാഹു തആല കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അചഞ്ചലമായി കിട്ടാൻ വലിയൊരു കാരണമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടക്കുന്ന ഇത്തരം മജ്ലിസുകൾ. കുട്ടികളെ മീലാദ് പരിപാടി ഇപ്പൊ ഇവിടെ ലാസ്റ്റ് മുട്ടിയ മുട്ട് അരമണ മുട്ട്. അല്ലാഹ്, ഞാൻ കുട്ടികളെ കാണുന്ന ബേജാറായി, നല്ല ക്ഷീണായി വാക്കി. അരമണ മുട്ടു എന്നെല്ലാം പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 18 വയസ്സ് വേണം അത് മുട്ടാൻ. ഓതാറുള്ളവർക്ക് അരമണ മുട്ടാൻ കഴിയും. ആ കുട്ടികൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അത് മറന്നു പോകാൻ പാടില്ല. ആ മുട്ട് അത് കാണലും അത് പഠിപ്പിക്കലും ഒക്കെ കൂലിയുണ്ട്. ഏത് വിഷയത്തിൽ? എന്തിനു വേണ്ടി?
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന്റെ ഭാഗമായി, പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ഒരു മുട്ട. അതുപോലെ തന്നെ കുരുന്നു മക്കൾ ഇവിടെ പുഷ്പം അല്ലേ, എന്താപ്പാ ഇങ്ങനെ ആക്കി അതിന്റെ പേരെന്താ, ഫ്ലവർ ഷോ അത് നടത്തി. ചില ആളുകൾ ആയിരിക്കും എന്താ അതെന്താ നമുക്ക് ഇങ്ങനെ ആക്കിയാ പോലെ, അല്ല പിന്നെ ആക്കാറാക്കിയിട്ട് ആ കുട്ടികള് നല്ല കന്തൂറിലിട്ട് അതിനായിട്ട് ഒരുങ്ങി വന്ന് നല്ല വാങ്ങിൽ ഇങ്ങനെ ആക്കി. അൽഹംദുലില്ലാഹ്, കുട്ടികൾക്ക് കൂലി കിട്ടി, രക്ഷിതാക്കൾ കൂടിയിട്ട് അധ്വാനിച്ച ഉസ്താദുമാർക്ക് കൂലി കിട്ടി, സഹകരിച്ച നാട്ടുകാർക്ക് കൂലി കിട്ടി. ഇങ്ങനെ ഏത് വിഷയത്തിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് കൂട്ടാൻ ആവശ്യമാകുന്നതൊക്കെ ചെയ്യൽ പുണ്യമാണ്, കൂലിയുള്ള വിഷയമാണ്. അതൊക്കെ ഹുസ്നുൽ ഖാതിമക്ക് കാരണമാണ്. നാളെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനുള്ള ഒരു വഴിയാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു തആല ആ നിലക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സമയ ദൈർഘ്യം ഭയന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി കുറച്ച് ദ്വാരന്നിട്ട് പെട്ടെന്ന് നിർത്തും. വരുന്ന 30-ാം തീയതി എന്റെ പുരക്കുള്ള മൗലിദ് പരിപാടി, നാട്ടുകാരെല്ലാരും വരണം ഇൻഷാ അല്ലാഹ്. ഇനി ഈ പരിപാടി കഴിഞ്ഞാല് പള്ളത്തൂറുകാരുടെ സമ്മേളനം എന്റെ പുരക്കുള്ള പരിപാടി, എന്റെ പുരക്കുള്ള അവിടെയാണ് വളണ്ടിയേഴ്സ് ഇൻഷാ അല്ലാഹ്. 30-ാം തീയതി രാവിലെ 7 മണിക്ക് തന്നെ വളണ്ടിയേഴ്സ് എത്തണം. സ്ത്രീകള് സാധാരണഗതിയിൽ പള്ളത്തൂറുകാരാണ് അന്നത്തെ രാവിലത്തെ നാസ്തയിലെ പത്തിരി കൊടുത്തയക്കല്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളും ആ പത്തിരി കൊടുത്തയക്കണം. രാവിലെ 200-300 ആളുണ്ടാവും നാസ്തക്ക്, അവിടെ പത്തിരി വേണം. അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് എല്ലാം നല്ല റാഹത്താക്കി തരണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്നെന്തുള്ള പറയാ, ഞാൻ കുറച്ച് ദുആ എന്നിട്ട് സമ്മാനം കൊടുക്കാം. അല്ല ഞാൻ ദുആ ഇറക്കട്ടെ എന്നിട്ട് കൊടുക്കാം. ഒരു 10 സ്വലാത്ത് ബർക്കത്തിന് വേണ്ടി കുറേ ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രാവിലെ ചായ നാസ്ത മമ്മൂന്റെയും നാസറിന്റെയും ചായയും ബിസ്ക്കറ്റ് നാസർ. പിന്നെ ഉച്ചക്ക് ചോറ് നമ്മളെ അമീതാജിന്റെ കുവൈത്ത്. പിന്നെ രാത്രി വൈദ്യുതി ചായ ഉണ്ടായിട്ടില്ലേ, സീരിയൻ ചായ, സീറൻ ചായ ഖാദരാജിക്കാന്റെ ഷമീറിന്റെ വക. പിന്നെ രാത്രി അദ്രാൻ ചാന്റെ വക ഷമീർ പള്ളത്തൂർ അൽഹംദുലില്ലാഹ്. എല്ലാരും കൊടുത്തന്നെ സമ്മാനമൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷനുകൾ കാര്യങ്ങള് ഒക്കെ നമ്മുടെ ഇവിടുത്തെ യൂത്ത് വിങ് യൂത്ത് നാളെ സുന്നി സെന്ററിൽ ബഹ്റത്തിൽ മദിയും അതുപോലെ തന്നെ മൗലിദും ഉണ്ട്. എല്ലാവരും അവിടെ പരിപാടി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ യുവാക്കൾ എല്ലാ നബിദിന റാലി അന്നത്തെ ദിവസം 12-ന്റെ അന്ന് തലേന്ന് ഇവിടെ ചമയിച്ച് രാത്രി രാവിലെ 12-ന്റെ അന്ന് അൽഹംദുലില്ലാഹ് നല്ല മിലാദ് റാലി ഗംഭീരമാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു ഉറക്കമില്ലാതെ ഊണില്ലാതെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇവിടുത്തെ യുവാക്കൾ നല്ല നിര. അല്ലാഹ് അവർക്കൊക്കെ വലിയ ബർക്കത്ത് നീ നൽകണം റഹ്മാനെ, വലിയ സന്തോഷം നീ നൽകണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആർക്കാം. ഒരു 3 സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികൾ, നമ്മളെ പ്രവാസികളെ അമിതാജി ഉണ്ട്, അതുപോലെ തന്നെ ദുബൈന്റെ പ്രസിഡന്റ്, UAE പ്രസിഡന്റ്, നമ്മളെ മുഖർച്ചാന്റെ മമ്മുഞ്ഞി ഉണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ, വലിയ സന്തോഷം നൽകുമാറാകട്ടെ. അയൽ നാട്ടുകാർ മേനാളയിൽ നിന്നും വന്ന നമ്മളെ അബ്ദുള്ള സുഹരിയും അതുപോലെ ഹനീഫിയും അതുപോലെ തന്നെ മിസ്ബാഹിയും ഉണ്ട്. അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് അയൽ നാട്ടുകാരൊക്കെ നമ്മുടെ സദസ്സിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി عدد ما في علم الله صلاة دائمة بدوام ملك الله أرحم الراحمين راج سيدا يا الله കുറുന്ന മക്കൾ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച മദ്ഹ് പറഞ്ഞ സദസ്സാണ്, വലിയ ഇജാബത്തുള്ള സദസ്സാണ്. നീ സ്വീകരിക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനെ. പോരായ്മകൾ ധാരാളമുണ്ട്, നീ പൊറുക്കണേ റഹ്മാനെ. റബ്ബേ, സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളുടെയും സർവ്വ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തർബിയത്തിലായിട്ടുള്ള ദീർഘായുസ്, ഇസ്സത്ത്, റാഹത്ത്, മഈസത്ത്, ഇഖ്ലാസ് എല്ലാം നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലും കുടുംബത്തിലും കച്ചവടത്തിലും കൃഷിയിടത്തിലും സമ്പത്തിലും വലിയ ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. സർവ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. സർവ പ്രയാസങ്ങളും നീ അകറ്റണം റഹ്മാനെ. എല്ലാവിധ ക്ഷീണങ്ങളും രോഗങ്ങളും നീ ശമനം നൽകണം റഹ്മാനെ. വേദനകൾ കടച്ചിലുകൾ നീ മാറ്റിത്തരണം അല്ലാഹ്. തെരിപ്പുകൾ നീ മാറ്റിത്തരണം റഹ്മാനെ. ശരീരത്തിന്റെ അകത്തുള്ള പുറത്തുള്ള കാണാൻ പറ്റുന്ന കാണാൻ പറ്റാത്ത സർവരോഗങ്ങളും നീ ശിഫാ നൽകണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്നത് വരെ കാഴ്ചയ്ക്കോ കേൾവിക്കോ സംസാരത്തിനോ കൈകാലുകൾക്കോ ശരീരത്തിനോ ഹൃദയത്തിനോ ഒരു തകരാറും നീ വരുത്തല്ല റബ്ബേ. പൂർണ്ണ ആരോഗ്യം, ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള സമ്പത്തും ഹിമ്മത്തും ഖുവ്വത്തും ഈമാനും അവസരങ്ങളും ഇൽമും തഖ്വയും നീ തന്നെ നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്നും ഈ പരിപാടി നീ ഏറ്റെടുക്കണേ റഹ്മാനെ. കഷ്ടപ്പെട്ടവർ നിരവധിയാണ്, അധ്വാനിച്ചവർ നിരവധിയാണ്. ഉസ്താദുമാരടക്കം നാട്ടുകാർ, കുരുന്നുകൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, യുവാക്കൾ, മഹല്ല് ജീവനക്കാർ, എല്ലാവർക്കും വലിയ ഖൈർ നീ നൽകണേ റഹ്മാനെ. എല്ലാവർക്കും വലിയ സന്തോഷം നീ നൽകണം റഹ്മാനെ. റബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹ്, ഖാദിറാജി അടക്കം ഞങ്ങളെ വേണ്ടപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോയി. എല്ലാവരുടെയും ഖബറുകൾ ഞങ്ങളെ പരിസരത്താണ് റഹ്മാനെ. ഇതിന്റെ സബബുകൾ അവരുടെ ഖബറിലേക്ക് നീ നൽകണം റഹ്മാനെ. ഖബർ വിശാലത നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും നീ ഹുസ്നുൽ ഖാത്തിമ നീ നൽകണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമ നീ നൽകണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമ നീ നൽകണേ അല്ലാഹ്. റബ്ബേ, മരണം നേരത്തെ നീ അറിയിക്കണേ റഹ്മാനെ. എല്ലാവിധ ഇടപാടുകളും പൂർത്തീകരിച്ച് നല്ല സമയത്ത് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നല്ല നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടു പോയ സർവ്വാഹിലുകാർക്കും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി ഒരു ഹിസാബും ഇല്ലാത്ത രീതിയിൽ സ്വർഗ്ഗം നൽകി നിന്റെ ലിഖാ കണ്ടാസ്വദിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഇത് ഞങ്ങൾ അവസാനത്തെ പരിപാടിയാക്കല്ല അല്ലാഹ്.
ബദഈ കക്ഷികളെ തൊട്ടൊക്കെ ഞങ്ങളെ നാട്ടിൽ നീ സലാമത്തിലാക്കണം റഹ്മാനെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിക്കാൻ വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ. ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് ഞങ്ങളെ ഈ സദസ്സിന് നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങൾ നടത്തുന്ന സർവ്വ മൗലിദ് സദസ്സുകളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലും അംഗീകാരത്തിലും തൃപ്തിയിലുമാക്കി തരണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫളീഹത്തിലാക്കാതെ ഇസ്സത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.